നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ഫെബ്രുവരി മാസത്തെ തൃക്കേട്ട നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് അലസത കുറച്ച് കൂടിയൊരു സമയമാണ്. അപ്പോൾ കാര്യങ്ങൾ നല്ല അനുകൂലമാണെങ്കിൽ സ്പീഡായിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്നറിയാമെങ്കിൽ പോലും അതിന് സാധിക്കാതെ ഉണ്ട്. നാളത്തേക്ക് മാറ്റിവെക്കുന്നൊരു പ്രവണത ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ കർമ്മസംബന്ധമായിട്ട് അത്ര അനുകൂലാവസ്ഥ പറയാനും വയ്യ. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് മാനസികമായിട്ടുള്ള ടെൻഷൻ വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട്. കർമാധിപതി ഈ 4-ാം ഭാവത്തിൽ നിന്ന് കർമ്മസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നത് കാരണമുണ്ട് തൊഴിലുണ്ടാകും. പക്ഷേ തൊഴിൽ പ്രതീക്ഷിക്കുന്ന ലാഭം അല്ലെങ്കിൽ പ്രതിഫലം കിട്ടാതിരിക്കാനുള്ള സാധ്യത, തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ലാഗാകുക, അതായത് നാളത്തെ ആട്ടെ എന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെയൊരു സാധ്യതയുള്ളൊരു സമയമാണിപ്പോൾ. പ്രത്യേകിച്ചും കർമ്മസ്ഥാനത്ത് ക്ഷുദ്രകാരകനായിരിക്കുന്ന കേതുവാണ്. അപ്പോൾ തൊഴിലിൽ ഇടയ്ക്കിടയ്ക്ക് പ്രതീക്ഷിക്കാത്ത മുടക്കങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കാലിൻ്റെ മുട്ടിന് വേദന പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു മാസമാണ്. അതേപോലെ തന്നെയാണ് മാനസിക ടെൻഷൻ, മക്കളെ പ്രതി, ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള പല രീതിയിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ടെൻഷൻ, മാനസികമായിട്ടുള്ള സ്വസ്ഥതക്കുറവ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായിരിക്കുന്ന രോഗങ്ങളുള്ളവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം എന്താ വെച്ചാൽ അഗ്നികാരകനായിരിക്കുന്ന സൂര്യൻ അമൃതവർഷകണ്ഠകാരകനായിരിക്കുന്ന രാഹുവിനോട് യോഗം ചെയ്തിട്ടാണ് ലഗ്നത്തിൻ്റെ 4 നിൽക്കുന്നത്. അവിടെ തന്നെ ബുധശുക്ര യോഗമുണ്ട്. അപ്പോൾ ഒരു ചതുർഗ്രഹ യോഗം എന്ന് പറയുന്ന ഒരു അവസ്ഥയും കൂടിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട്. നല്ല ദാമ്പത്യ സുഖം അനുഭവിക്കാനുള്ള യോഗമുണ്ട്. വീടും വീട്ടുകാര്യങ്ങളും ഒക്കെ വേണ്ട രീതിയിൽ നോക്കി നിർത്താനായിട്ട് ഭാര്യയ്ക്ക് സാധിക്കും എന്ന് പറയുന്നൊരു യോഗമാണുള്ളത്. നവംജപ്രഗനം എന്ന് പറയുന്നൊരു യോഗമാണ്. അപ്പോൾ വീട്ടിൽ കൂട്ടിച്ചേർക്കലുകൾ പോലെയുള്ള കാര്യങ്ങൾ, സൗകര്യത്തിന് വേണ്ടി റൂമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് അഭിവൃദ്ധിക്ക് കുറവുണ്ടാക്കാനൊരു കാരണമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് വീട്, റൂമോ, സൗകര്യത്തിന് വേണ്ടി അടുക്കള, വർക്ക് ഏരിയയൊക്കെ കൂട്ടിയെടുക്കുമ്പോൾ കൃത്യമായിട്ടുള്ള കണക്കാണ് എന്ന് ശ്രദ്ധിച്ചിട്ട് മാത്രം ചെയ്യണം. കാരണം കണക്കിൽ വ്യത്യാസമൊക്കെ വന്ന് നമ്മുടെ സൗകര്യം മാത്രം നോക്കിയാൽ പോലെ അതിൻ്റെ കണക്കൊന്നും മരണച്ചുറ്റ്, അതുപോലെ തന്നെ വാർദ്ധക്യത്തിലൊന്നും കണക്ക് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. എന്തായാലും ദൈവാധീനക്കുറവിന് പരിഹാരമായിട്ട് വിഷ്ണു ക്ഷേത്ര നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന ഇങ്ങനെയുള്ള വഴിപാട് ചെയ്യണം. അതേപോലെ അലസതയും ക്ഷീണമൊക്കെ മാറുന്നതിന് വേണ്ടി ശനീശ്വരന് നീരാഞ്ജനം വഴിപാട് ചെയ്യണം. കർമാഭിവൃദ്ധി ഉണ്ടാകാൻ വേണ്ടിയിട്ട് രാഹുപൂജയും കേതുപൂജയും ചെയ്യണം. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് ഈ യോഗം കാണുന്നുണ്ട്. എന്തായാലും അതുമാത്രമല്ല, വീടിന് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ വീടിൻ്റെ ദോഷങ്ങൾ പരിഹരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ദാമ്പത്യ സംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന കാര്യങ്ങളാണ്. പഠനത്തിൻ്റെ കാര്യത്തിലൊക്കെ വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധക്കുറവും അലസതയും വർദ്ധിക്കാനുള്ള സാധ്യതയും കൂടിയുള്ള സമയമാണ്. അതേപോലെ തന്നെ ഹൃദയ സംബന്ധമായിട്ട് കാലിൻ്റെ മുട്ടിന് വേദന പോലെയുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും കൂടി യോഗമുള്ള സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും ക്ഷേത്ര ദർശനം നടത്തുക, പറയപ്പെട്ട വഴിപാടുകൾ ചെയ്യുക, നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ അനുകൂലമായിരിക്കുന്ന ഫലങ്ങൾ അനുഭവിക്കാൻ ഈ മാസം സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.